നെറുകേടിന്റെയും നീതി നിഷേധത്തിന്റെയും വഞ്ചനയുടെയും മകുടോദാഹരണം എന്നുകൂടിയായിരിക്കും 2026 അമേരിക്കൻ മണ്ണിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിനെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെക്കാൻ പോകുന്നത്. കാരണം അവിടെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നെറുകേടുകളും നീതി നിഷേധങ്ങളും ഒരുപാട് വലുതാണ്. ഇറാനിയൻ ഫുട്ബോൾ താരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം അമേരിക്കൻ മണ്ണിൽ പന്ത് തട്ടിയതിനു ശേഷം അവർക്ക് അവിടെ ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മെക്സിക്കൻ ബേസിലേക്ക് അവർക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതുകൂടാതെ അവരുടെ ആരാധകർക്ക് ആർക്കും സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമില്ല. വല്ലാത്ത വിവേചനമാണ് അവരവിടെ അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ പറയാൻ വന്നത് അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ക്രൂരതയാണ്. ആഫ്രിക്കൻ വൻകരയിലെ ഏറ്റവും മികച്ച റഫറിയാണ് ഒമർ ആർട്ട്. ആഫ്കോണിലൊക്കെ നമ്മൾ പുള്ളിയുടെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ കൺട്രോൾഡ് ആയിട്ടുള്ള റഫറിങ് കണ്ട് കോരിത്തിരിച്ചവരാണ്. കോരിത്തിരിച്ചതെന്നും പറയാൻ പറ്റത്തില്ല. ഒരു മത്സരത്തിനെ പുള്ളി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൺട്രോൾ ചെയ്യും. ആ റഫറിക്ക് അമേരിക്ക തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ എയർപോർട്ടിൽ US മിലിറ്ററി തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തത് 11 മണിക്കൂറാണ് എന്നുള്ളത് കൂടി ആകുമ്പോഴാണ് എത്ര വലിയ നെറുകേടും വിവേചനവുമാണ് ഏഷ്യൻ ആഫ്രിക്കൻ വംശജർ അവിടെ അനുഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൊമാലിയക്കാരനായിട്ടുള്ള ഈ ഒരു റഫറിയുടെ പ്രവേശനം അവർ നിഷേധിച്ചതിന് കാര്യമായിട്ടുള്ള മറുപടി ഒന്നുമില്ല. അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒമറാട്ടെ ഇതിനെക്കുറിച്ച് പറയുന്നത് വേൾഡ് കപ്പിൽ മത്സരം നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു റഫറി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാൻ ആ സ്വപ്നത്തിലേക്ക് എത്തിയെന്ന് ഉറച്ചു വിശ്വസിച്ചതാണ്. പക്ഷേ ഞാനിപ്പോൾ വളരെ നിരാശനാണ്. 11 മണിക്കൂറോളം പുള്ളിയെ ചോദ്യം ചെയ്തു. പുള്ളി അതിനോടൊപ്പം ചേർത്ത് പറയുന്ന ഇതാണ്: ഞാൻ അവിടെ സമർപ്പിച്ച ഡോക്യുമെന്റുകളെല്ലാം കൃത്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്റെ പേപ്പർ പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ അവർക്ക് പ്രശ്നം എന്റെ രാജ്യമായിരിക്കാം എന്ന് ഒമർ ആർട്ടെ പറയുമ്പോൾ ആഫ്രിക്കക്കാരനായി എന്നതുകൊണ്ട് മാത്രം, സൊമാലിയക്കാരനായി എന്നതുകൊണ്ട് മാത്രം, രാഷ്ട്രീയ വൈരം മൂലം നീതിമാനായിട്ടുള്ള ഒരു റഫറിയുടെ കളി നിയന്ത്രിക്കാനുള്ള അവകാശത്തിനെ അവര് ഹനിക്കുകയാണ്. സിംപ്ലി തൊഴിൽ നിഷേധം എന്ന് തന്നെ ഇതിനെ പറയാം. മനുഷ്യാവകാശത്തിന്റെ വക്താക്കളായിട്ടുള്ള സോക്കോൾഡ് അമേരിക്കയുടെ തെമ്മാടിത്തരങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു അധ്യായം കൂടി എന്നാണ് ഇതിനെ പറയേണ്ടത്.